നിങ്ങളൊന്ന് ഓർത്തു നോക്ക് സാറുമാരെ, ഈ കൊച്ചിയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടാവുന്ന കാര്യത്തെ കുറിച്ച്. ഇയാടെ കൂടെ നിന്ന് എനിക്ക് ചീത്തപ്പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓ, ഇവന്റെ കൂടെ നിന്നാ പറയും എന്റെ പിള്ളേർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് സിനിമാക്കാര് തള്ളിക്കളയും. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത കഥാപാത്രങ്ങളെ അല്ലാതെ നിനക്ക് എന്ത് പഠിപ്പിക്കാൻ അറിയാം? റോക്കി സാറെ മതിയാക്കി നിർത്ത്. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എനിക്കറിയണം. അതിപ്പോ ഇത്രയ്ക്ക് പറയാനൊന്നുമില്ല. പണ്ട് ഏതോ ഒരു ഊപ്പ ചാനലിൽ നിന്ന് ഇവനൊരു ഇന്റർവ്യൂ കിട്ടിയപ്പോൾ ഇവൻ എനിക്കെതിരെ വിവാദം ഉന്നയിച്ചു. അത് ഒന്നല്ല, പലവട്ടം. അപ്പൊ താൻ ചാനലിൽ എന്നെ മറ്റേ പേര് കൂട്ടി സംബോധന ചെയ്തതിന് ഒരു കുഴപ്പമില്ല അല്ലേ? അതേത് പേര്? അതങ്ങനെ പറയാൻ പറ്റുന്ന പേരൊന്നുമല്ല. കഷ്ടം. ആനന്ദിനറിയോ, അതിനുശേഷം മോഡൽ കോർഡിനേറ്റർ അബ്ദുൽ ജബ്ബാർ എന്ന ഞാൻ കൊച്ചിയിൽ അറിയപ്പെടുന്നത് ഇവൻ ആക്ഷേപിച്ച ആ പേരിലാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദം തകരാറിലാക്കിയത്. ഓർമ്മയുണ്ടോടാ കൊളുത്തു? പോട്ടെ റോക്കപ്പാ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. ദാ ഇവന് വേണ്ടി നമുക്കൊന്നിക്കണം. എന്താടാ റോക്കപ്പാ? അതേ കൊളുത്തു, നമുക്ക് വീണ്ടും ഒന്നിക്കണം. ഹോ, സന്തോഷായി സാറുമാരെ. സന്തോഷം കൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. ഓ, നിങ്ങളിപ്പോ ശരിക്കും മാനം മുട്ട എന്റെ മുമ്പിൽ വളർന്നിരിക്കുക. അതിലൊക്കെ മീതെ ഒരുപാട് വളരേണ്ടവരായിരുന്നില്ലേ റോക്കപ്പ നമ്മള്? അയ്യോ, കുറഞ്ഞു പോയോ? എടാ റോക്കപ്പ, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും കരിയറിൽ ആകെ പ്രതീക്ഷയുള്ളൊരു ചുണക്കുട്ടനേവൻ. ഇവനങ്ങ് കേറ്റി വിട്ടേക്കണടാ റോക്കപ്പ. പിന്നല്ലാതെ ഇവനെ ഞാൻ കാർത്തിക് ബഷീറിനേക്കാളും മുകളിലെത്തിക്കും. ഈ കാർത്തിക് ബഷീർ ആരാന്ന് ഇപ്പൊ ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, കൊളുത്തൂരാൻ സാറോട് ചോദിക്കാം. റോക്കപ്പ, അന്ന് ഇവിടെ ആരോ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാ, സത്യത്തിൽ ആരാണ് ഈ കാർത്തിക് ബഷീർ? ഇന്ന് എന്തായാലും അതൊന്നും അറിയണം. വേണ്ടേ? പാറു, ഞാനൊന്ന് റേസ് ആയതുപോലെ നീ ഒന്ന് റേസ് ആയതാണ്. പക്ഷേ ഈ പ്രശ്നത്തിൽ നമ്മൾ രണ്ടുപേരും ഈക്വൽ പാർട്ട്നേഴ്സ് ആണ്. പക്ഷെ ഞാനത് മറക്കേണ്ട സമയത്തേക്ക് ഞാൻ മറന്നു. ഇപ്പോഴും നീ സാജൻ അത് പറയാം, പിന്നെ മറക്കാം, പിന്നെ ഓർക്കാം. അപ്പോ എനിക്ക് എന്റേതായ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ലേ? അയ്യോ പാറു, നിനക്ക് തീരുമാനം ഉണ്ട്, തീർച്ചയായിട്ടും അത് വേണം. പക്ഷെ ഇത് ലൈഫാടാ, ഇതിൽ കുറച്ച് കോംപ്രമൈസും സാക്രിഫൈസും ഒക്കെ കൂടിയേ തീരൂ. ഇല്ല, എനിക്ക് പറ്റില്ല. എന്തുകൊണ്ട് നിനക്ക് പറ്റില്ല? നീ എന്താ ലൈഫ് മനസ്സിലാക്കാത്തത്? കണ്ടോ, ഇപ്പോഴും സാജൻ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് ലൈഫിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ഞാൻ സാക്രിഫൈസ് ചെയ്യണം, ഞാൻ ഇത് ചെയ്യണം, ഞാൻ അത് ചെയ്യണം. സാജൻ മാത്രം പെർഫെക്റ്റ് അല്ലേ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നീയാണ് പെർഫെക്റ്റ്, ഞാൻ ഒന്നുമല്ല. എന്താ പോരെ? ഇപ്പൊ സാജൻ എന്നെ കളിയാക്കിയതല്ലേ? എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എന്നെ പറഞ്ഞ് മനസ്സിലാക്കൊന്നും വേണ്ട, എനിക്ക് അറിയാവുന്നൊക്കെ തന്നെ ധാരാളാ. എന്റെ പൊന്നു മോളെ, സമ്മതിച്ചു നിന്നെ. ഞാൻ തോറ്റു. ഇനി പറ, ഞാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. എന്തായി? ദേ, കോഫി ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ടുപേരും തല്ലു പിടിച്ച് ഈ കപ്പ പൊട്ടിക്കരുത്. വേറൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല പാറു. ഒരവസരം, ഒരേ ഒരു അവസരമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരവസരവും ഇല്ല. ഈ ചാപ്റ്റർ എപ്പോഴോ ക്ലോസ് ആയതാ. പറക്കുട്ട, ഒന്നുണ്ട്, എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലെ പോലെ കുറേ ഗേൾഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതിലാരും ഞാൻ എൻ്റെ മനസ്സിൽ കയറ്റി വെച്ചിട്ടില്ല. സാജൻ, ഞാൻ നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത്രയും ബെഗ് ചെയ്തത്. ഈ സ്നേഹം എന്ന വികാരം സ്നേഹിക്കാൻ മാത്രമുള്ളതാണെന്നും തിരിച്ച് പ്രതീക്ഷിക്കാനുള്ളതല്ലെന്നും മനസ്സിലാക്കി തന്ന നീ എന്നും ദാ ഇവിടെ കാണും. ദാ ഇവിടെ. ഞാൻ ഒരിക്കലും മറക്കില്ല. സോറി. സാജൻ പോവാണോ? അപ്പോ അവസരമൊന്നും വേണ്ടേ? പാറുവിനെ കളിയാക്കാണോ? അല്ല, ഐ ആം സോറി സാജൻ, ഐ ആം വെരി സോറി. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. എടാ, നീ സന്തോഷിക്കണ്ട. ഞങ്ങളാണത് ജീവിച്ചിരിക്കുമ്പം നിനക്ക് പാറുനെ കിട്ടില്ലടാ. ഈ സാറയാ പറയുന്നത്. പാറു, ഇന്ന് സാജൻ വന്നിരുന്നു നിന്നെ കാണാൻ? വന്നിരുന്നു. എന്താ?
ഒന്നുമില്ല. ഒന്നുമില്ലഞ്ഞിട്ടാണോ നീ കാര്യം പറയടാ. അതല്ല സാറാ, ഒരാളുടെ എക്സ് ബോയ് ഫ്രണ്ട് കുറെ പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കാന്ന് പറഞ്ഞാ പാറുവിന് വിഷമാവൂലേ? ആരാരുടെ കൂടെ പോയിന്ന്? സാജന്റെ കാര്യ പറഞ്ഞ. ഹ, നീ തെളിച്ചു പറയടാ. തെളിച്ചു പറയാനെന്താ, അവൻ പിന്നെ അവളുടെ പിന്നാലെ നടക്കുന്ന കണ്ടോണ്ടല്ലേ പറഞ്ഞേ. എനിക്കറിയാം, എന്റെ നന്മ കരുതിയല്ലേ നീ പറഞ്ഞത്. ഹോ, ഭാഗ്യം, നിനക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആനന്ദേ, നമ്മുടെ പാറിന് അങ്ങനെ അബദ്ധം പറ്റില്ലാന്ന്. ഇഷ്ടാന്ന് ഞാൻ സാജനടുത്ത് പറഞ്ഞില്ലെങ്കിലും അവൻ ചോദിച്ചപ്പോ ഞാനൊരു അവസരം കൊടുത്തന്നേ ഉള്ളൂ. ഇന്നലെ വരെ സാജൻ ചെയ്തൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ എനിക്കത് പ്രശ്നമാണ്. നീ ആരോട് ചോദിച്ചിട്ട് അവസരം കൊടുത്തേ? ആരോട് ഞാൻ ചോദിക്കേണ്ടത്? ഇവനോട്. വൈ? കാരണം ഇവന് നിന്നെ ഇഷ്ടമാടി. ഇവന് വട്ടാടി. വേണ്ട സാറാ, വിട്ടേക്ക്. അവള് സാജന് മാത്രല്ലേ അവസരം കൊടുക്കുള്ളൂ. എന്താടി ഈ ചെക്കന് ചാൻസ് കൊടുത്താല്? ഇവൻ എന്താ കുഴപ്പം? ഓ എന്റെ ദൈവമേ, ഇതൊരു പ്രശ്നമാക്കണ്ട. നിങ്ങൾക്കൊരു അവസരല്ലേ വേണ്ടു? ഓക്കെ, എടുത്തോ. നിങ്ങൾക്കല്ല, ഇവന്. ശരി. സാരക്കുട്ടാ, താങ്ക്സ്. മര്യാദക്കിരുന്നോ? അപ്പൊ എനിക്കില്ലേ താങ്ക്സ്? അയ്യടാ, അവന്റെ നാണം കണ്ടില്ലേ? സാജാ, കള്ളപ്പഹയാ, നിന്റെ ശവപ്പെട്ടിക്ക് എന്റെ വക ഒരു ആണി ഉണ്ടടാ.